BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകുമെന്നും കേരളത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സാധ്യതകൾ തേടുമെന്നും മന്ത്രി അറിയിച്ചു. തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 142 അടി നിലനിർത്തുന്നത്. ഇതിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ അധികാരമില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാട് സുപ്രീം കോടതി പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് കേരളത്തിന്റെ അഭിപ്രായം. പുതിയ ഡാം വേണമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്നും അതിൽ യാതൊരു മാറ്റവുമില്ല എന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്നായിരുന്നു ഇന്നലെ അവതരിപ്പിച്ച വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനം വന്നത്. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന മേഘാധാടു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നത് ഉൾപ്പെടെ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവയ്ക്കലിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തൽ, ആനമലയാർ നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കൽ, ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കായും സർക്കാർ പരിശ്രമിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗം ഞങ്ങൾ അടിയന്തരമായി ചേരുകയും സ്ഥിതിഗതികൾ, സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഞാൻ ഇതേ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരോട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഇത് സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. കേരളത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായും വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാട് കേരള ജനതയുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. UDF സർക്കാരും ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടിയ നിലപാട് ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിലപാടിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്തതാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, ദേശീയ താല്പര്യങ്ങൾക്ക് പോലും യോജിക്കാത്ത ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരുമായി ഒരു കൂടിയാലോചനയ്ക്കുള്ള സാധ്യതകൾ, അഭിപ്രായ സമന്വയത്തോടെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള പരിശ്രമങ്ങൾ കേരളം വീണ്ടും നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാവിയിലേക്കും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നുകൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.